ഡോണ്ട് ജഡ്ജ് പീപ്പിൾ ക്വിക്ക്ലി. പെട്ടെന്ന് നമ്മൾ ആരെയും വിലയിരുത്താതിരിക്കുക. ഒരാളുടെ ശരീരഘടനയോ അവരുടെ വസ്ത്രധാരണയോ അവരുടെ സംസാര ശൈലിയോ അവരുടെ സ്വഭാവമോ അവരുടെ പെരുമാറ്റമോ ഒന്നും തന്നെ അവരെ പെട്ടെന്ന് വിലയിരുത്തി ഇന്ന രീതിയിലുള്ള ആളാണ് എന്ന് വിലയിരുത്തുന്നതിന് നമ്മൾ മാനദണ്ഡമായി സ്വീകരിക്കാതിരിക്കുക. അവരുടെ പെരുമാറ്റവും അവരുടെ സംസാരവും അവരുടെ ആറ്റിറ്റ്യൂഡിനും ഒക്കെ പിറകിൽ ഒരുപാട് കഥകളുണ്ടാകും, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ടാകും. അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നതിന് പിന്നിൽ, ഇങ്ങനെ സ്വഭാവം കാണിക്കുന്നതിന് പിന്നിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകാം, ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകാം. അവരുടെ ദേഷ്യ പ്രകടനത്തിനു പിന്നിൽ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഒരാളെയും നമ്മൾ ഒരിക്കലും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താതിരിക്കുക. ഒരാളെയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിന്റെ എങ്കിൽ അവിടെ സംഭവിച്ച ഒരു സംഭവത്തിന്റെ പിന്നിൽ ഏതൊക്കെ രീതിയിലുള്ള കഥകളുണ്ട്, സ്റ്റോറികളുണ്ട് എന്ന് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും നാം ശ്രമിക്കുക. അത് ശ്രമിക്കുമ്പോഴായിരിക്കും നാം ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ നേർവിപരീതവും നമ്മളെ സങ്കടപ്പെടുത്തുന്നതുമാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.